നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റ് യുദ്ധം മൂലം G20 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക തിരിച്ചടി നേരിടുന്നത് UKയിലാണെന്ന് OECD അറിയിച്ചു. ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രവചനമനുസരിച്ച് ഈ വർഷത്തെ UKയുടെ വളർച്ചാ നിരക്ക് 1.2% നിന്ന് 0.7% താഴ്ന്നതായും പറയുന്നു. ഇറാനുമായുള്ള US-ഇസ്രായേൽ യുദ്ധം കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ പലതിന്റെയും പ്രവചനങ്ങൾ OECD താഴ്ത്തിയിട്ടുണ്ട്. ഉയർന്ന ഊർജ്ജ വിലകൾ ദീർഘകാലം നിലനിൽക്കുന്നത് വളർച്ചയെ മന്ദീഭവിപ്പിക്കുകയും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. US-ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അധിക ലാഭമുണ്ടാക്കുന്ന ബിസിനസ്സുകൾക്ക് നികുതി വർദ്ധിപ്പിക്കുവാൻ വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു. ഗ്രീൻ പീസ് UK, നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയൻ, ടാക്സ് ജസ്റ്റിസ് UK എന്നീ സംഘടനകൾ പ്രധാനമന്ത്രിക്കും ചാൻസലർക്കും അയച്ച തുറന്ന കത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. നോർത്ത് സീ എനർജി കമ്പനികൾക്കുള്ള നിലവിലെ വിൻഡ്ഫാൾ നികുതി ശക്തിപ്പെടുത്തുകയും മറ്റ് മേഖലകളിലും പുതിയ നികുതികൾ കൊണ്ടുവരികയും ചെയ്താൽ സർക്കാർ ഖജനാവിലേക്ക് ബില്യണുകൾ വരുമാനമായി ലഭിക്കുമെന്നും അത് ജീവിത ചെലവ് കുറയ്ക്കുവാൻ ജനങ്ങൾക്ക് സഹായമായി ഉപയോഗിക്കാമെന്നും സംഘടനകൾ പറഞ്ഞു. ഇതിനിടെ ഊർജ്ജവില വർധനവിനെ തുടർന്ന് സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം നൽകുവാൻ സർക്കാർ തയ്യാറാണെന്ന് ചാൻസലർ അറിയിച്ചു. പ്രതിസന്ധിയെ ദുരുപയോഗം ചെയ്ത് വില വർദ്ധിപ്പിക്കുന്ന കമ്പനികളെ നിയന്ത്രിക്കുവാൻ കോമ്പറ്റീഷൻ ആൻഡ് മാർക്കറ്റ് അതോറിറ്റി ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ സമയം നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാനായി പുതിയ മാർഗനിർദ്ദേശവുമായി സർക്കാർ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ദിവസത്തിൽ പരമാവധി 1 മണിക്കൂർ മാത്രമേ സ്ക്രീൻ സമയം അനുവദിക്കാവൂ. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്ക്രീൻ ഒറ്റയ്ക്ക് കാണരുതെന്നും പുതിയ സർക്കാർ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. വേഗത്തിൽ മാറുന്ന ഫാസ്റ്റ് പേസ്ഡ് വീഡിയോകൾ ഒഴിവാക്കുകയും മാതാപിതാക്കളോടൊപ്പം സ്ക്രീൻ ഉപയോഗിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. കൂടാതെ സ്ക്രീൻ ഉപയോഗം കുറയ്ക്കുവാൻ സ്റ്റോറി റീഡിംഗ്, ഭക്ഷണ സമയത്തുള്ള ചെറിയ കളികളിൽ ഏർപ്പെടൽ തുടങ്ങി സ്ക്രീൻ സ്വാപ്സ് പ്രോത്സാഹിപ്പിക്കണമെന്നും പറയുന്നു. ഇതാദ്യമായാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠന റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ഇത് പുതുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഈ മേഖലയിൽ ഇപ്പോഴും അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നതിനാൽ മുൻകരുതൽ സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രേഡ് ഫിലിപ്സൺ പറഞ്ഞു. പീറ്റർ മാൻഡൽസന്റെ സ്വകാര്യ ഫോണിലെ സന്ദേശങ്ങൾ കൈമാറുവാൻ ആവശ്യപ്പെടുമെന്ന റിപ്പോർട്ട്. US അംബാസഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിടുന്നതിനിടെ പീറ്റർ മാൻഡൽസന്റെ സ്വകാര്യ ഫോണിലെ സന്ദേശങ്ങളും കൈമാറുവാൻ ആവശ്യപ്പെടുമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ മാൻഡൽസന്റെ ഔദ്യോഗിക ഫോണിലെ വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറെടുക്കുകയാണ് ക്യാബിനറ്റ് ഓഫീസ്. സ്വകാര്യ ഫോണിലെ സന്ദേശങ്ങൾ ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. ഇത് മോർഗൻ മാക്സ്വീനയുടെ ഫോൺ മോഷണവുമായി ബന്ധപ്പെട്ട കാര്യമല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ചില സന്ദേശങ്ങൾ ഇതിനോടകം സർക്കാർ കൈവശമുണ്ടെങ്കിലും മോഷണം കാരണം മറ്റു വിവരങ്ങൾ നഷ്ടപ്പെട്ടോ എന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഈ സന്ദേശങ്ങൾ പുറത്തുവന്നാൽ മാൻഡൽസൺ ലേബർ സർക്കാരുമായി എത്രത്തോളം അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും അവരുടെ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നും വ്യക്തമാകുമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ 10 ദിവസത്തേക്ക് കൂടി ആക്രമിക്കില്ലെന്ന പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇങ്ങനെയൊരു തീരുമാനമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ചർച്ചകൾ വളരെ നന്നായി നടക്കുന്നുണ്ടെന്നും ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അതിനിടെ ഇറാൻ ഒരു കരാറുമായി തങ്ങളോട് യാചിക്കുന്നുണ്ടെന്നും എന്നാൽ പുറം ലോകത്തോട് തങ്ങൾ അമേരിക്കയുടെ നിർദ്ദേശം പരിശോധിച്ചു വരികയാണെന്ന് മാത്രമാണ് അവർ പറയുന്നതെന്നും ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ സൈനികമായി തകർക്കപ്പെട്ടുവെന്നും അവർക്ക് തിരിച്ചുവരവിന് സാധ്യതയില്ലെന്നും ട്രംപ് പറഞ്ഞു. വരാനിരിക്കുന്ന സ്കോട്ടിഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ലിൻഡ്ലിത്ഗോയിൽ സജീവ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി IOC സ്കോട്ട്ലൻഡ്. സ്ഥാനാർത്ഥി മാർട്ടിൻ ഡേയുടെ വിജയത്തിനായി IOC സ്കോട്ട്ലൻഡ് പ്രസിഡന്റ് മിഥുൻ മോഹനൻ, ജനറൽ സെക്രട്ടറി സുനിൽ പായ്പാട്, എക്സിക്യൂട്ടീവ് അംഗം ബിജു വർഗീസ്, നാഷണൽ കമ്മിറ്റി അംഗം ഷോബിൻ സാം, രൂപേഷ് കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് മലയാളി വോളണ്ടിയർമാർ രംഗത്തിറങ്ങിയത്. 2 ദിവസങ്ങളിലായി നടന്ന പ്രചാരണത്തിലൂടെ ഇതിനോടകം ഏകദേശം 900ഓളം വീടുകളിൽ നേരിട്ടെത്തി ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യുവാനും വോട്ടർമാരുമായി സംവദിക്കുവാനും ടീമിന് സാധിച്ചു. UKയിൽ തന്നെ ഇതാദ്യമായാണ് ഒരു പ്രവാസി സംഘടന ഇത്തരത്തിൽ നേരിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. പ്രചാരണത്തോടൊപ്പം തന്നെ UKയിലെ കുടിയേറ്റക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ
ILR നിയമമാറ്റങ്ങളെക്കുറിച്ചുള്ള ഗൌരവകരമായ ആശങ്കകളും IOC പ്രതിനിധികൾ മാർട്ടിൻഡെയെ അറിയിച്ചു. നിലവിലെ 5 വർഷത്തെ കാലാവധി 10 വർഷമായി ഉയർത്തുന്നതിനടക്കമുള്ള ഗവൺമെന്റ് നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രവാസികൾക്കിടയിലുള്ളത്. ഇത് സംബന്ധിച്ച് IOC തയ്യാറാക്കിയ ഔദ്യോഗിക നിവേദനം ഭാരവാഹികൾ ചേർന്ന മാർട്ടിൻഡെയ്ക്ക് കൈമാറി. നിലവിൽ UK-യിലെത്തിയവർക്ക് മുൻകാല പ്രാബല്യത്തോടെ നിയമങ്ങൾ മാറുന്നത് നീതിനിഷേധമാണെന്നും പാർലമെന്റിൽ തങ്ങളുടെ ശബ്ദമായി മാറണമെന്നും സംഘടന അഭ്യർത്ഥിച്ചു. വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ശക്തമാക്കുവാനാണ് സംഘടനയുടെ തീരുമാനം. വൈസ് പ്രസിഡന്റ് അഞ്ജു സാബിർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡയാന പോളി, അമ്പിളി പ്രദേശ് എന്നിവരും വരും ദിവസങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രവാസി സമൂഹത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രതിനിധികളെ അധികാരത്തിലെത്തിക്കുവാൻ എല്ലാവരും ഒത്തൊരുമിക്കണമെന്ന് IOC സ്കോട്ട്ലൻഡ് അറിയിച്ചു. UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നോർത്ത് യോർക്ക്ഷയറിലെ സെന്റ് ലൂക്സ് ഇന്ത്യൻ ഓർത്തഡോക്സ് കോൺഗ്രിഗേഷൻ മാർച്ച് 29 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് സ്കാർബറോയിലെ സെന്റ് ജോർജ് RC ചർച്ചിൽ പ്രത്യേക ഓശാന ഞായർ ആരാധനയും ആഘോഷവും സംഘടിപ്പിക്കുന്നു. ഓശാന ആഘോഷത്തിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ കുർബാനയും പരമ്പരാഗത ഓശാന ശുശ്രൂഷകളും ഉൾപ്പെടുത്തുന്നുണ്ട്. ഫാദർ ടിജോ വർഗീസാണ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രാർത്ഥന, ആരാധന, ആത്മീയ ധ്യാനം, വിശുദ്ധ കുർബാന എന്നിവയും ഉണ്ടാകും. ഈ ആത്മീയ അനുഭവത്തിൽ പങ്കുചേരുവാൻ എല്ലാ ഇടവകാംഗങ്ങളെയും വിശ്വാസികളെയും ക്ഷണിക്കുന്നതായി കോൺഗ്രിഗേഷൻ അറിയിച്ചു. എഡ്വിൻബറയിലെ സെന്റ് ജോൺസ് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിൽ പാഷൻ വീക്ക് ചടങ്ങുകൾക്ക് തുടക്കമാകുന്നു. വിശുദ്ധ ആഴ്ചയെ അനുസ്മരിച്ച് വിവിധ ആരാധനകളും ശുശ്രൂഷകളും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് സഭാധികൃതർ അറിയിച്ചു. മാർച്ച് 29 രാവിലെ 8:30 ഓശാന ഞായർ ആരാധനയോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. ഏപ്രിൽ 1 വൈകുന്നേരം 6 പെസഹ വ്യാഴാഴ്ച ശുശ്രൂഷ നടക്കും. ഏപ്രിൽ 3 രാവിലെ 8 ദുഃഖ വെള്ളിയാഴ്ച ശുശ്രൂഷയും ഏപ്രിൽ 4 രാവിലെ 8 ദുഃഖ ശനി ശുശ്രൂഷയും നടക്കും. അതേ ദിവസം വൈകുന്നേരം 6 ഈസ്റ്റർ തിരുനാൾ ശുശ്രൂഷയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ബല്ലിംഗിരി ലോഗല്ലി ഹിൽ റോഡിലുള്ള ദേവാലയത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഇടവക വികാരി റവറന്റ് ഫാദർ വർഗീസ് P ആണ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് സഭാധികൃതരുമായി ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ വിശ്വാസികളെയും ഈ വിശുദ്ധ ശുശ്രൂഷകളിൽ പങ്കുചേരുവാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നതായി സഭാധികൃതർ അറിയിച്ചു. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ വെട്ടിക്കുറിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിന് ലിറ്ററിന് 13 നിന്ന് 3 രൂപയായും ഡീസലിന് ലിറ്ററിന് 10 നിന്ന് 0 തീരുവ കുറിച്ചു. ചില്ലറ വിൽപ്പനയിൽ വില കുറയുവാൻ സാധ്യതയില്ല. പശ്ചിമേഷ്യൻ യുദ്ധ കാരണം ഇന്ധനവില ഉയരുന്ന സാഹചര്യത്തിൽ കമ്പനികൾക്ക് ആശ്വാസമാണ് നടപടി. കൂടുതൽ സ്വകാര്യ എണ്ണ കമ്പനികൾ ഇന്ധനവില കൂട്ടിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അധിക എക്സൈസ് തീരുവ വെട്ടിക്കുറിച്ചുകൊണ്ടുള്ള നടപടി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.